അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചട്നി എന്ന് പറഞ്ഞാൽ സോയാബീൻ അരച്ചിട്ട് ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഫുഡ് കൂടിയാണ്. പോയി കാണുന്ന ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ഈ പുള്ളിക്കാരൻ ചെയ്താണ്ട് ഇതുപോലത്തെ കുറേ അമേസിംഗ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളാണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ബ്രോവിൻ്റെ ഒരു സ്റ്റുഡിയോ. ഇവിടെ നിന്ന് കുനിഞ്ഞ് വേണം നമ്മൾ കയറാനായിട്ട്. കുനിഞ്ഞ് കയറി കഴിഞ്ഞപ്പോഴേക്കും വാവ്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള സൈക്കിൾ യാത്രയിൽ ഇപ്പോൾ കാത്മണ്ഡുവിൽ, അതായത് നേപ്പാളിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കാത്മണ്ഡുവിൽ നമ്മൾ എത്തി നിൽക്കണേ. അപ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കാത്മണ്ഡുവിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങളെല്ലാം പോയി കവർ ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ടുള്ള കുറച്ച് റിമോട്ട് വില്ലേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ എല്ലാം കുട്ടൂസിനായിട്ട് ട്രാവൽ ചെയ്യുക. അതായത് ഫുള്ള് മലയാളമായിരിക്കും. മലയാളം എല്ലാം കുട്ടൂസിനായിട്ട് ഉന്തി ട്രാവൽ ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ ഉത്തരാഖണ്ഡ് വഴി ഹിമാചലിലേക്കായിരിക്കും ഇനി പോകുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നല്ല ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോകളായിരിക്കും ഉറപ്പായിട്ടും വരുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കുട്ടൂസിനൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നിന്നുവെച്ചാൽ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകണതാണ്. അപ്പോൾ കറക്റ്റ് 12:10 ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്നാ കുമാർ എന്നാണ്. അപ്പോൾ യോഗിൻ ഹോസ്റ്റലാണ് നേപ്പാളിൽ കാഠ്മണ്ഡു തന്നെയാണെങ്കിൽ. ഓൺലൈൻ സൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. യോഗിൻ എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഹോസ്റ്റലാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്കാണെങ്കിൽ നല്ല ഒരു കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ. ഇവിടെ വന്നാൽ നല്ലൊരു ഫ്രീനെസ് തന്നെ ആയിരിക്കുള്ളൂ നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തായാലും കുട്ടൂസിനെ എടുത്തിട്ട് ഇനി നമ്മുടെ പരിചയപ്പെട്ട 2 ബ്രോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണുണ്ട്. ഇനി അവരുടെ ലൊക്കേഷനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ എത്തിപ്പെട്ടത് ഇവിടെ ഒരു ബിഗ് ട്രീ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ ഒരു അതുപോലെ തന്നെ വലിയൊരു ആൽമരോഗ പൂജ വെച്ചൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബിഗ് ട്രീ ഹോസ്റ്റൽ എന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോർമെട്രി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ചെറിയ പൈസക്ക് ഡോർമെട്രി ഇട്ടുകൊണ്ടിട്ട് നമ്മൾ നേരെ ഇവിടെ ഉള്ള മലയാളി ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട അവന്മാർ കോണ്ടാക്ട് എന്നാണ്. അപ്പോൾ അവന്മാരെ എന്തായാലും വൈകിട്ട് ഇനി ഇപ്പോൾ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടണം. പിന്നെ ഇപ്പോൾ ഇവിടെ പരിചയത്തിലുള്ള 2-3 കോണ്ടാക്റ്റിൽ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ നമ്മൾ കുട്ടൂസിനെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലെ ചേട്ടനായിരുന്നു ഇത്. കിച്ചൺ എന്തായാലും പരിചയപ്പെടാം. ആ ബൈ സാബ്, आपका नाम? സുനിൽ എന്നാണ്. അപ്പോൾ ഹിയർ റൂം ഓൾസോ അവൈലബിൾ റേറ്റ് ഇൻ നോർമൽ റൂം റൂം का रेट normal. So it's like 1500. അപ്പോൾ നേപ്പാളി 1500 കൊടുത്ത റൂമും കിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ 400 രൂപയ്ക്ക് 400 നേപ്പാളി രൂപയിൽ ഇതാണ് ഡോർമെട്രി സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. നല്ല അത്യാവശ്യം ക്ലീനാണ്. അതുപോലെ തന്നെ നമുക്ക് പൊക്കത്ത് കുറച്ച് നല്ല കുറേ ചില്ലിങ്ങിന് വേണ്ടി പറ്റിയ കുറച്ച് സ്പേസുകളുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് നമ്മൾ റൂഫ് ടോപ്പിൽ വരാൻ നേരത്ത് നമുക്ക് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് റെസ്റ്റ് എടുത്ത് ഇരുന്ന് മ്യൂസിക്കൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. മ്യൂസിക്കും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ചില്ല് ചെയ്തിരിക്കാനായിട്ടുള്ള ഒരു സ്പേസാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെയാണ് നമ്മുടെ ഡോർമെട്രി വരുന്നത്. അതുപോലെ തന്നെ ഡോർമെട്രിയുടെ ടോയ്ലറ്റാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയോടുകൂടി തന്നെയുള്ളൊരു റൂം സ്പേസാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ചെരുപ്പും ഷൂവും എല്ലാം വെക്കാനായിട്ട് ഇവിടെ ഷൂ റാക്കുണ്ട്. അതുപോലെ തന്നെ കയറി വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ബെഡ് സ്പേസ് കിട്ടിയേക്കുന്നത്. അങ്ങനെ ഞാൻ ഇതുവരെ കാണാത്ത എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ നാടാണ് നേപ്പാളിൽ കാഠ്മണ്ഡു തന്നെയാണ് പുള്ളിക്കാരൻ്റെ വീട്. അപ്പോൾ പുള്ളിക്കാരനെ എനിക്ക് പരിചയം എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള മാവേലിക്കരയിലുള്ള രാഹുലിൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരൻ. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രാഹുലിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരനായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ എത്തിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ
നമ്മൾ ഫ്രണ്ടായിട്ടുള്ള കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോനെ പരിചയപ്പെട്ട് നമ്മളിപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നമ്മുടെ യാത്രേനെ കുറിച്ചിട്ടുള്ള കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ ബ്രോ താങ്ക് യു. ബ്രോൻ്റെ പ്ലേസാണ് ഇത്, ഇവിടെ തന്നെയാണ് വീട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അടുത്തൊരു ബ്രദറിനെ പരിചയപ്പെട്ടായിരുന്നു. ബ്രദർ ബ്രോ आपका नाम? Oli Mohammed. Oli Mohammed എന്നാണ്. യു ഫ്രം ഇൻ നേപ്പാൾ? നേപ്പാൾ. അതുപോലെ തന്നെ അടുത്തൊരു Sam Koyala. I'm a trekking guide and tour guide and motoring guide. The people, if you want to do any trekking in Nepal or hiking Nepal, please contact me. He will give you the contact. I don't know his name, but he will give you the contact. And I'm doing the project on December 15th. That's a mountain bike to do the biking on the mountain bike and one of the highest pass in the world. That's a 5,414 meter. That's called the Toranga Pass. Thank you. അപ്പോൾ ഞാൻ എന്തായാലും ബ്രോൻ്റെ കോണ്ടാക്റ്റും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണേക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ കുറേ പേരെ പരിചയപ്പെട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. Tashidele. തശിത്തല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് ബ്രോൻ്റെ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ വർക്കും കൂടി പോയി കണ്ടു വന്നിട്ട് നമുക്ക് ഇനി റൂമിൽ നിന്ന് ബാക്കി റെസ്റ്റൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ പുള്ളിക്കാരൻ്റെ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോട്ടലിൽ പുള്ളിക്കാരൻ്റെ ഒരു വർക്ക് ഉണ്ട്. നമ്മൾ this are അപ്പോൾ ഈ കാണുന്ന ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ഈ പുള്ളിക്കാരൻ ചെയ്താണ്ട്. ഇതുപോലത്തെ കുറേ അമേസിങ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളാണ് പുള്ളിക്കാരൻ ചെയ്തേക്കണം. ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പുള്ളിക്കാരൻ്റെ ആ പ്രൊഫൈൽ നമ്മൾ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആർട്ടെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ കയറി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറേ ആർട്ട് വർക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഹോട്ടലെന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള തമിഴിൽ വളരെ പഴക്കമുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഹോട്ടലിലെ വർക്കാണ് ഇപ്പോൾ ഈ ചെയ്തേക്കണത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ആളെന്ന് പറഞ്ഞാൽ കാത്മണ്ഡു ആർട്ട് ഹൗസ് നേപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ട് സ്ക്വയറിൽ വർക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കയറി കാണാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതാണ് മ്യൂസിയം ഗിഫ്റ്റ് ഷോപ്പാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് സ്പേസ് ആണ്. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളുടെ സ്പേസാണിത്. അപ്പോൾ ഇതുപോലുള്ള കുറേ ആർട്ടിസ്റ്റുകളാണ് ഈ ആർട്ട് സ്റ്റുഡിയോയിലുള്ളത്. ഇതൊരു റൂമാണ്. അതുപോലെ തന്നെ അടുത്തൊരു വർക്ക് സ്പേസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓരോ ആൾക്കാരുടെ സ്റ്റുഡിയോ സ്പേസുകളാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ആർട്ടുകളെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വ്യത്യസ്തമായിട്ടുള്ള ആർട്ടുകളാണ്. ഹായ്, വാട്ട്സ് യുവർ നെയിം? Rasna. Rasna. Yes. She's also an artist. I sometimes paint, but I actually now managing this whole space. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു ആർട്ട് സ്പേസുകൾ. അപ്പോൾ ഓരോ സ്പേസിലും ഓരോ ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. मैले कल गरेको थिएँ खोइ शनिबार आउनुहुन्न जस्तो कुरा गर्नुभएको थियो। ए कहिले क्लाइन्ट भर्नुमा चाहिँ आउनुहुन्छ। അപ്പോൾ ഇത് ബ്രോവിൻ്റെ ഒരു സ്റ്റുഡിയോ. ഗുഡ് നെയിം? മനീഷ് എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിലോട്ട് കയറുന്ന ഒരു വഴി നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുനിഞ്ഞാണ് നമ്മൾ കയറാനായിട്ട്. കുനിഞ്ഞ് കയറി കഴിഞ്ഞപ്പോഴേക്കും വാവ്. അപ്പോൾ കുറേ അമേസിങ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളാണ് കയറാൻ കാണുന്നത്. ചാർക്കോൾ പെയിൻറ്റിങ്. അപ്പോൾ ഇത് ഫുള്ള് പുള്ളിക്കാരൻ ചാർക്കോൾ കൊണ്ട് ചെയ്തേക്കണം പെയിൻറ്റ് വർക്കുകളാണ്.
until you 2024. We also pull out more plans. ഇവിടെ ഓൾറെഡി പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു ക്യാൻവാസാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു വർക്ക് സ്പേസും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്ന വർക്കുകളെല്ലാം ചെയ്തിട്ട് മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ സെയിലിങ്ങിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രൈസ് വരുന്നത് 40,000 നേപ്പാൾ മണിയാണ്. അതുപോലെ ഇത് 50,000, 50,000. അപ്പോൾ ഇത് ഫോട്ടോ ക്യാപ്ചറിങ്ങും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മേളിലേക്ക് വരുമ്പോൾ മേളിലും മുഴുവൻ ആർട്ടുകളാണ് കേട്ടോ ഇവിടെ ഫുള്ള് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ ആർട്ടിസ്റ്റുകളുടെ സ്പേസുകളാണ്. അങ്ങനെ നമ്മൾ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള അടുത്തൊരു ബ്രോവിൻ്റെ ഒരു സ്റ്റുഡിയോൻ്റെ സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റോഷൻ. My name is Roshan. റോഷൻ എന്നാണ്. Welcome to my studio. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റുഡിയോയിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു നല്ലൊരു പെയിൻറ്റിങ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളിവിടെ കയറി വന്നപ്പോൾ തൊട്ട് കാണുന്ന എല്ലാ പെയിൻറ്റിങ്ങും നല്ലൊരു മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ പുള്ളിക്കാരനായിട്ട് സംസാരിച്ച് അവിടെ ആർട്ടിൻ്റെ അവിടെയൊക്കെ പോയി ആർട്ട് സ്റ്റുഡിയോയിലെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് വന്നേക്കണ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഡിഷാണ് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കണം. മോമോസും ഇതെന്ന് പറഞ്ഞാൽ ബീഫാണ്, ബഫലോൻ്റെ, അതായത് പോത്തിറച്ചിയിൽ ഉണ്ടാക്കിയേക്കണ ഒരു മോമോയാണ്. അതുപോലെ തന്നെ ഇതൊരു ട്രഡീഷൻ ഡിഷ് കൂടിയാണ് ഇവിടുത്തെ കാത്മണ്ഡുവിലെന്ന് പറഞ്ഞത്. അടിപൊളിയാണ് മോമോസ് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്കൊരു ഫ്ലേവേഡ് ആയിട്ടുള്ള ചമ്മന്തി ഒരു സാധനമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചട്നി എന്ന് പറഞ്ഞാൽ സോയാബീൻ അരച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഫുഡ് കൂടിയാണ്. അപ്പോൾ ഈ ചട്നി ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേപ്പാളിലിപ്പോൾ ബൈക്ക് ടാക്സിയൊക്കെ എടുത്തിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകാനായിട്ടുള്ള 2-3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടൂസിന നമ്മൾ നിൽക്കണ ഹോസ്റ്റലിൽ തന്നെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ബൈക്ക് ടാക്സിയൊക്കെ ബുക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ കാഠ്മണ്ഡുവിലെ ബസന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്ടുപോയി ഗൈസ്. നമുക്ക് പോകാനായിട്ടുള്ള വഴിയല്ല ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണത്. നമുക്കപ്പോൾ ഇതിലേക്ക് പോകാനായിട്ടുള്ള വഴിയാണ് ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ പരിപാടി കിടക്കണത്. നമുക്കിനി അടുത്ത വഴി നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാ വഴിയിലും ഇതുപോലെ പരിപാടികളാണ്ട. നമുക്ക് നിറയെ ആൾക്കാരൊക്കെ കൂടിയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ രാഷ്ട്രപതി വന്നതിൻ്റെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് രാഷ്ട്രപതി വരാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മളവിടെ കുറേ നേരം നിന്നായിരുന്നു. എന്നിട്ടും ആള് വന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ രാത്രിയാണ്. നമുക്കാണെങ്കിൽ വഴി കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഇനി അടുത്ത വഴി നോക്കിയിട്ട് വേണം ഹോസ്റ്റലിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് അടുത്തൊരു വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും മൊത്തം ആൾക്കാരൊക്കെ വന്നിട്ട് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ടുള്ള വഴി തപ്പി കറങ്ങി കിടക്കണേണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നേപ്പാളിലെ തമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തമേലിലെ രാത്രിയുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾക്കിനി ഈ വഴി നടന്ന് ഏകദേശം 1.5 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലെത്തും. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 10:30 കഴിഞ്ഞിട്ടാണ്. 10:30 കഴിഞ്ഞിട്ട് സ്ട്രീറ്റൊക്കെ മൊത്തം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറുതായിട്ടുള്ള ഉള്ളുവഴിയാണ് പോകണം. ഉള്ളുവഴി പോയിട്ടും ഇവിടെ എല്ലാം നിറയെ ആൾക്കാരും തിരക്കുകളൊക്കെയാണ്.